ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. രചന മിച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പോനൂർ. കുരിശിങ്കൽ വീടിന്റെ പടുകൂറ്റം കയറ്റിടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. ഇനിയും ഞങ്ങൾ ആരാണെന്നല്ലേ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം. മടത്തിൽ വീട്ടിൽ സാമൂഹിക 2 മക്കൾ. ആദ്യത്തെ ആള് ദി ഗ്രേറ്റ് ബിസിനസ്മാനായ റോയ് എബിൻ, ഭാര്യ മരിയ റോയ് എബിൻ. രണ്ടാമത്തെ ആള് ആനി, ഭർത്താവ് ജേക്കബ് ജോർജ്. എബിൻ റോയ്ക്ക് 2 തരുണീമണികളായ മക്കൾസ്. ആദം എബിൻ റോയ് എന്ന അതുവും അന്ന എബിൻ റോയ് എന്ന അന്നുവും. അതായത് ഈ ഞങ്ങൾ ട്വിൻസാണ്. ആനി എന്ന ഞങ്ങളുടെ അപ്പിക്ക് ഒറ്റൊരു മോൾ, ആൻഡ്രിയ എന്ന ഞങ്ങളുടെ കുഞ്ഞ്, വൈകി കിട്ടിയ ഞങ്ങളുടെ മുത്ത്. പേര് പോലെ തന്നെയാണ് ആള്, കുഞ്ഞാണ്. പക്ഷെ ചില നേരത്തെ സംസാരം കേട്ട അവളാണോ ഞങ്ങളാണോ കുഞ്ഞെന്നെങ്കിൽ സംശയിക്കും. അപ്പൊ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്കിനി ഒരു സംശയം ഉണ്ടാവും, ഞങ്ങൾ എന്തിനായി കുരിശിങ്കൽ വീട്ടിലേക്ക് പോകുന്നതെന്ന്. ഉണ്ടല്ലോ, മുണുങ്ങുന്ന കാര്യമല്ലേ പറയുന്നത്? സംശയം ഉണ്ടെന്നാ? ഉണ്ട്. ഇനിയില്ലേ ഞാൻ പറയാം. അതായത് ഞങ്ങൾ ഇവിടേക്ക് വന്നതിന്റെ ആകമാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, എനിക്കൊരു കല്യാണാലോചന. എനിക്ക് അതൊന്ന് ജസ്റ്റ് കലക്കി കൈ കൊടുക്കാനാ, അല്ലാതെ ഒന്നിനും അല്ല. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓഹ്, എന്തോന്നാടി ഇത്? ശബരിമലയോ? ഇവരെന്തിന് ഗേറ്റ് കിടന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞ് വീട് വെച്ചെന്നാ? കയറിയാലും എത്തുന്നില്ലല്ലോ ഈശോയെ. ആ വണ്ടി കൊണ്ട് പോന്നാ മതിയായിരുന്നു, വെറുതെ പുറത്തിട്ടു. അതുമാണ് അവനത് പറഞ്ഞ് എന്നെ നോക്കിയതും ഞാൻ അവനൊന്ന് കണ്ണുരുട്ടി നോക്കി. കാര്യം മനസ്സിലായ പോലെ ചെക്കനിതാ ഇളിക്കുന്നു. ദേ, ഈ നിരത്തി വെച്ച പല്ല് നോക്കി തന്നാലുണ്ടല്ലോ എല്ലാം തറയി കിടക്കും. ഞാൻ പറഞ്ഞിടത്ത് എണ്ണി നിന്നോട് വണ്ടി എടുക്കാൻ. അപ്പൊ മോനെന്താ പറഞ്ഞ്? കല്യാണം മുടക്കാനാ പോകുന്നത്, അപ്പൊ അതിൻ്റെതായ രീതിക്ക് പോകണം. ബൈക്കിൽ പോയൊരു ഗുമ്മിട്ടില്ലെന്നല്ലേ? ആ ചോറി നടക്കുന്നുണ്ട് തന്നെ. കർത്താവ് കാലിനതിനാ തന്നേക്കുന്നത്, നടക്കാനല്ലേ? നമുക്ക് നടക്കാന്നേ, ബാ. അതും പറഞ്ഞവൻ എന്നെയും പിടിച്ചു വലിച്ചു. ഒരു വിധത്തിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീണ്ടുമ്പിലെത്തി. പുറത്തെങ്ങും ആരെയും കാണാനൊന്നുമില്ല. ഞാൻ അകത്തേക്കും നോക്കി. ഇവിടെ ഇനി ആരും ഉണ്ടാവില്ലടാ അതു? ഞാൻ അവനോട് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും കിട്ടാത്തോണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെക്കനേതാ നിന്ന് വിയർക്കുന്നു. എന്തോന്നാടാ? അനു, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കില്ലേ? എന്ത് കുഴപ്പം? ഒന്നും ഉണ്ടാവില്ല. ഞാൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. ആരെയും കാണാനില്ലല്ലോ, വല്ല കല്യാണത്തിനോ മറ്റോ പോയോ? ഏയ്, ഞങ്ങളുടെ നാട്ടിൽ കല്യാണം ഞാനും ഇവനറിയാതെ പോയില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും വാതിലൊക്കെ മലക്കെ തോന്നൊരു കല്യാണത്തിന് പോകും. സില്ലികൾ. എനിക്കെന്തോ പേടിയൊക്കെ ആവുന്നു. അയ്യേ, നീ ഇത്രയേ ഉള്ളൂ? അയ്യയ്യേ, പേടിത്തൊണ്ടൻ. കർത്താവേ, ഇതിനെ കൊണ്ടാണല്ലോ ഞാൻ കല്യാണം കലക്കാൻ വന്നേ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ, വെറുതെ എനർജി വേസ്റ്റ് ആക്കി. ഞാൻ അവനെയും പുച്ഛിച്ച് ഉള്ളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. അതാ ഗാർഡനിൽ ഒരാൾ നിൽക്കുന്നു, തോട്ടക്കാരനായിരിക്കും, നമുക്ക് അയാളോട് ചോദിച്ചാലോ? അവൻ പറഞ്ഞു. ഞാൻ നോക്കി. ശരിയാണ്, ഒരു ബ്ലാക്ക് ഷോർട്ട്സും വൈറ്റ് സ്ലീവ്ലെസ് ലൂസ് ബനിയനും ഇട്ട് ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ജിമ്മിലൊക്കെ പോയെന്ന് തോന്നുന്നു, കേട്ടിട്ടില്ലേ? തോട്ടക്കാരനായിരുന്നാലും നീയൻ മോഹവല്ലൻ. ബാക്ക് കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് തോന്നില്ല, കണ്ടില്ലേ? കൈയൊക്കെ നോക്ക്, നല്ല മസിലൊക്കെ ഉണ്ട്. ഞാൻ എന്റെ വീക്ഷണ കോണകം അവന് മുമ്പിൽ നിരത്തി. അതെന്താടി തോട്ടക്കാരന് ജിമ്മിൽ പോയി കൂടാന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞോടാ? ഇല്ലല്ലോ. അപ്പൊ ജസ്റ്റ് യുവർ ഷട്ടപ്പ്, ഓക്കെ? ഓഫ് കോഴ്സ്. ലെവൻ അതും പറഞ്ഞ് തോട്ടക്കാരനെ വിട്ട് വീണ്ടും ഉള്ളിലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. അകത്തുനിന്ന് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആളുണ്ടെന്ന് സാരം. അത് പക്ഷെ ഇപ്പോഴും തോട്ടക്കാരന് സ്കാനുവാ. എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആരെയോ ഫോൺ വിളിക്കുകയാണ്. ഇനിയും ഭാര്യക്കായിരിക്കോ? ആയിരിക്കും. എന്നാൽ ഇയാൾക്ക് എന്തോ തിരിഞ്ഞു നോക്കിയാ? തിരിയുന്നുണ്ട്. ഇങ്ങോട്ട് തിരിയടാ മോനെ. ദേ തിരിഞ്ഞ് കൊണ്ട. എന്തുകൊണ്ടെന്നാ? എവിടെ കൊണ്ടെന്നാ? ഓ, എവിടെയും കൊണ്ടെന്നല്ല, ദേ അങ്ങോട്ട് നോക്കേ, കൊണ്ടേട്ടൻ. ഞാൻ കണ്ണിൽ ആർട്ട കുത്തിക്കേറ്റി പറയുന്ന കേട്ടപ്പോൾ അവനും ഇവിടെ തോട്ടക്കാരൻ അഭിസംബോധന ചെയ്തതും കൊണ്ടേട്ടനെ നോക്കി. ചെക്കിന് ഞെട്ടി കണ്ണൊക്കെ തിരുമ്പി നോക്കുന്നുണ്ട്. ദേ കണ്ട് നമ്മളെ കണ്ട് കൊണ്ടേട്ടൻ ദേ ഇങ്ങോട്ട് വരുന്നു. വാ മോനെ വാ. എന്ത് വേണം? എന്തിനാ ഇങ്ങോട്ട് വന്നേ? നശിപ്പിച്ചു. ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് പിച്ചക്കാരനായിട്ടാണ് തോന്നിയത്. ഏയ്, അല്ലെങ്കിലും പിച്ചക്കാരാണെങ്കിൽ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് വരുമോ? ചിലപ്പോൾ ഉണ്ടാവും. ഹൈടെക്ക്. അതോ ഇനി ഞങ്ങൾ കളിയാക്കിയതാണോ? ആ മുഖത്തൊരാക്കിലില്ലേ എന്നൊരു സംശയം. കൊണ്ടേട്ടന്റെ ചോദ്യം കേട്ടപ്പോൾ ഞാനും അതും പരസ്പരം മുഖത്തേക്ക് വന്ന് നോക്കി. സ്വയം അടിമുടിയെന്ന് നോക്കി. ജീൻസ് അവിടെ എവിടെയും സ്ക്രാച്ച് ഉണ്ട്. ഇനി ഇത് കണ്ടിട്ടാണോ? ഏയ്, അതൊക്കെ ഇപ്പോഴത്തെ ഫാഷനല്ലേ? ആരാ? മനസ്സിലായില്ല. അങ്ങേരാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും കട്ടായമൊക്കെ കണ്ടെന്ന് തോന്നുന്നു. അങ്ങേർക്കും സംശയമൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾ? അത് കാര്യമായി ആളോട് തിരക്കുന്നുണ്ട്. അലക്സ് ജോൺസൺ. അങ്ങേര് പേര് പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഞെട്ടി. ആദ്യം എന്തോ പറയാനായി സൈഡിലേക്ക് നോക്കുന്നുണ്ട്. മിക്കവാറും എന്നെ ആയിരിക്കും. ഞാൻ ബാക്കിൽ നിന്ന് അവനെ തോണ്ടി. ചെക്കൻ തിരിഞ്ഞെന്നെ നോക്കി കണ്ണുരുട്ടുക. കാര്യം മനസ്സിലായല്ലോ. ഇങ്ങോട്ട് നെഞ്ചും വിരിച്ച് അവനെ കളിയാക്കി വന്ന ഞാനിപ്പോൾ അവൻ്റെ നെഞ്ചും കടന്ന് ബാക്കിൽ അവൻ്റെ ഷർട്ടിൽ പിടിച്ചാണ് നിൽക്കുന്നത്. പേടിയോ? അതും എനിക്ക് ജസ്റ്റ് ഒരു ഭയം മാത്രം. എടി അന്നു, ഇതാണ് ചെക്കൻ കേട്ടോ. പേര് പറഞ്ഞു കേട്ടില്ലേ? അലക്സ്. ആടാ, ഞാനും കേട്ടു. നമുക്ക് വന്ന വഴി തന്നെ പോയാലോ? അതെന്താടി? എടാ, മുടിഞ്ഞ ഗ്ലാമറാടായി പോയതിന്. ഓരാതേന് കൊണ്ടേട്ടൻ്റെ ലുക്കും.
അങ്ങേർക്ക് എന്നെ പോലത്തെ രശ്മികയുടെ ലുക്കുള്ള പെണ്ണെ ചേരും. എനിക്ക് വയ്യ, വാ നമുക്ക് പോവാം. അയ്യ രശ്മിക, അത് നീ എന്താടാ നീ തന്നെ ഇടയ്ക്ക് എന്നെ കണ്ട രശ്മിയെ പോലെ ഉണ്ടെന്ന് പറയാറില്ലേ? ഞാനങ്ങനെ പലതും പറയാറുണ്ട്, അപ്പോഴത്തെ ഓരോ സാഹചര്യം അനുസരിച്ച്. അത് വിട്, വെറുതെ ഇരുന്ന് എന്നെ പിടിച്ച് വാടാ, എനിക്ക് കല്യാണം വേണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോയി മുടക്കാന്ന് പറഞ്ഞ് കുത്തിപ്പോയി കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവള് കാല് മാറുന്നു. എന്ത് ബ്രോയാടാ അത് നീ? സ്വന്തം സിസ്റ്റർ നല്ലൊരു കല്യാണം കഴിച്ചു വന്നപ്പോ മുടക്കാൻ നിൽക്കുന്ന നീയൊക്കെ എവിടുത്തെ ബ്രോയാടാ? ബെസ്റ്റ്മണ്ടാ, എനിക്ക് ബെസ്റ്റ്മണ്ട്. മിണ്ടാതിരുന്ന ഈ കല്യാണം കലക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തെങ്കിൽ അത് കലക്കിയിട്ടിന് നമ്മൾ തിരിച്ചു കൊള്ളു. ഇനി നീ മിണ്ടിയ നിന്റെ അടുത്ത് തോട്ടിലെറിഞ്ഞാൽ സംജ. ആ സംജി. ഇനി മിണ്ടിയ ചിലപ്പോ ചെക്കൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. സോ മൗനം വിദ്വാൻ കി ഭൂഷൺ ഹേ ഹൗ. അപ്പൊ നിങ്ങളാണല്ലേ കളത്തിൽ പറമ്പിൽ അന്നായ പിൻറോയെ മിന്നിട്ടാൻ പോകുന്ന ആള്? ആദ്യവന് മനസ്സിലായില്ല, പിന്നെന്താ? ഓ ഇനി ചിലപ്പോ ഒന്നുകൂടെ ഉറപ്പിക്കാനാവും. ആണല്ലോ, ഞാൻ പോണ്. എന്റെ കർത്താവേ ആ ചിരി. എന്റെ ഇടനെഞ്ചിൽ എന്തോ ഒരു സ്ഫോടനം നടന്ന ഫീല്. കർത്താവേ ആരെങ്കിലും ബോംബ് വെച്ചോ? ഏയ്, സംഭവം എന്നെ നോക്കി കള്ളച്ചിരിയോടെയാണ് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഫ്ലാറ്റ്. ഡാ അതും അടിച്ചടാ, അടിച്ചു. ആരടിച്ചെന്ന് പറയുന്നത്? എന്തായാലും നന്നായുള്ളൂ, നിനക്കൊരു അടിയിടോറുണ്ടായിരുന്നു. ഓ ഇവനെ ഞാൻ എടാ മമ്മ അത് വേണ്ട മരഭൂതമേ, ആരും അടിച്ചല്ല, എനിക്ക് സ്പാർക്ക് അടിച്ചെന്നാ പറഞ്ഞ്. എടാ മുത്തേ, കല്യാണം മുടക്കണ്ടടാ, എന്റെ ചക്കരയല്ലേ. അങ്ങേരുടെ ചിരിയിൽ ഞാൻ മയങ്ങി വീണു പോയടാ. എന്നാ വാ നമുക്കിപ്പൊ തന്നെ പോവാം. ദേ പോണു. അയ്യോ അങ്ങനെയല്ല, ഈ ചെക്കനോട് തമാശ പറയാനും പറ്റില്ല. ആണ്ടി എനിക്ക് തമാശ കൂടുന്നുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു. ചെക്കനെ കനപ്പിച്ചൊരു നോട്ടം. പിന്നെ ഞാൻ മിണ്ടാൻ പോയില്ല. സത്യം പറഞ്ഞാൽ കല്യാണം മുടങ്ങാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം എനിക്കിപ്പോൾ തന്നെ എന്നെ കെട്ടിച്ചു വിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അതാ, പക്ഷെ എങ്ങനെ മുന്നിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ച ആരാ മാണ്ടാന്ന് പറയാ? അതിൻ്റെതായിട്ടുള്ളൊരു ശങ്കടം. ചേട്ടായി എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ ഇവളാ. അങ്ങനെ ചോദിച്ചാൽ കാര്യമുണ്ട്. എന്തെന്നാലും ഞങ്ങൾ ചെറുക്കനെ കണ്ടിട്ടില്ല, ചെറുക്കൻ ഞങ്ങളെയും കണ്ടിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആ ദിനം മുന്നിലേക്ക് വലിച്ചെടുത്തിക്കൊണ്ട് കൊണ്ടേട്ടനോട് പറഞ്ഞു. ഞാൻ അങ്ങേരെ നോക്കി ഇടിച്ചു കൊടുത്തു. ഡീ കോപ്പയെ മുഖത്ത് സങ്കടം വരുത്തിടി, എരപ്പാച്ചി മരത്തലയെത്തി മരമോറത്തി മരഭൂതമേ. അവനെന്റെ ചെവിയിൽ അങ്ങേരികൾക്ക് പറഞ്ഞു. ഓ ചോരി. ഞാൻ പെട്ടെന്ന് എളിയൊക്കെ നിർത്തി അങ്ങേരെ നോക്കി ഇച്ചിരി സങ്കടമൊക്കെ മുഖത്ത് വാരി ഉതറി. ചേട്ടായിക്കൊന്നും തോന്നരുത്, ഈ കല്യാണം നടക്കാൻ പാടില്ല. കാരണം ഇവൾക്ക് വേറൊരാൾ ഇഷ്ടമാണ്. അവർ തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി അഗാധമായ പ്രണയത്തിലാണ്. വേറൊരാളെയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പാവം പെണ്ണ് എങ്ങനെയാ ചേട്ടായിയുടെ മിന്നിന് വേണ്ടി കഴുത്ത് നീട്ടുക? പോരാത്തതിന് അവളിപ്പോൾ 3 മാസം പ്രഗ്നന്റ് ആണ്. അവളെങ്ങ് കഥയൊക്കെ പറയുന്ന പോലെ നടന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞിരുന്നു. പറഞ്ഞു അങ്ങനെ കാട് കയറിപ്പോ നിനക്ക് വെച്ച് അവൻ ബ്രേക്ക് ഇട്ട് നിന്നു. എന്നിട്ട് ആദ്യം അങ്ങേരെ നോക്കി. പിന്നെ ഇതൊക്കെ എപ്പോഴും കണക്ക് അന്നം വിട്ട് വായ വിളിച്ചിരിക്കുന്ന എന്നെയും നോക്കുന്നു. അവൻ എന്തൊക്കെയോ കണ്ണുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ വായ കൊണ്ട് പറഞ്ഞാൽ തന്നെ നേരെ മനസ്സിലാവാത്ത ഈ എന്നോടാ. ചെക്കനിതാ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു. ആ അങ്ങനെ വഴിക്കുക, എന്നിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. എടി അങ്ങേര് നിന്റെ വയറിലേക്ക് നോക്കുന്നുണ്ട്, ഒന്ന് സഹകരിക്കടി. അവനത് പറഞ്ഞു. ഞാൻ അങ്ങേരെ നോക്കി. ശരിയാ, എന്റെ വയറിലേക്ക് ഒരു സംശയത്തോടെയാണ് നോട്ടം. ഉളുപ്പില്ലാത്തവനെ, ആ വൃത്തിയിട്ടോ നോക്കുന്നു പോരാ, ഞാനൊന്ന് സഹകരിച്ചു കൊടുക്കണം. അല്ലടാ നീയൊക്കെ ഇവിടുത്തെ ആളെടാ പരട്ടെ. ഞാൻ നല്ല ആട്ടങ്ങ് വെച്ചു കൊടുത്തു. ചെക്കൻ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്നു. അവൻ മാത്രമല്ല, അത്രയും നേരം എന്റെ വയറിനെ ശ്രദ്ധിച്ചിരുന്ന കാണവന് ഞെട്ടീനെ നോക്കുന്നുണ്ട്. അത് പോയ സ്പീഡിൽ എന്നെ അടുത്തോട്ട് വന്ന് നോക്കി ദയിപ്പിക്കുന്നുണ്ട്. എന്തിന്? ഞാൻ അവനെയല്ലേ നോക്കിയിട്ടുണ്ട് തെണ്ടി. എടി മന്ദബുദ്ധി അന്നമോ, ഞാൻ നീ 3 മാസം പ്രഗ്നന്റ് ആണെന്നാ പറഞ്ഞ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങേര് നിന്റെ ഫയറിലേക്ക് നോക്കും. നിന്നെ കണ്ട 3 മാസം പോയി 3 ദിവസം ഒന്നും പോലും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ സഹകരിക്കാൻ പറഞ്ഞിട്ട് എരപ്പരാച്ചി. ഓ ലതായിരുന്നോ? വെറുതെ തെറ്റിദ്ധരിച്ച് വീണ്ടും ചോറി. അല്ല ഞാനിങ്ങനെ ഇപ്പൊ സഹകരിക്കണ്ട്? ഞാൻ അല്പം ടെൻഷനോടെ തന്നെ ചോദിച്ചു. എടി വയറിച്ചിരി വീർപ്പിക്കടി. ഓ മര്യാദക്ക് ബലൂണ് പോലും വീർപ്പിക്കാൻ വയ്യാത്ത എന്നോട് തന്നെ നീ ഇത് പറയണം. ഓ ഇവളെ കൊണ്ട് ഡാർക്ക് ശിവനേ. അവൻ പിറുപിറുത്തോണ്ട് ഞങ്ങൾ തന്നെ അന്ന് വിട്ട് നോക്കി നിൽക്കുന്ന അങ്ങേരെ നോക്കി വിളിച്ചു. അത് ചില സാങ്കേതിക തകരാറ് മൂലം അവളുടെ വയറ് അങ്ങനെ തന്നെയാ. ഓക്കെ യു കണ്ടിന്യൂ. അയ്യേ അങ്ങേര് ഇതൊക്കെ വിശ്വസിച്ചാ തോന്നേ മണ്ടൻ. ഞാനത് മനസ്സിൽ പറഞ്ഞു. ദോ ലങ്ങേര് തന്നെ നോക്കി പേടിപ്പിക്കുന്നു. എന്തിന്? ഇനി ആത്മകൊച്ച കൂടിയോ? ഏയ് പിന്നെന്താ. ഞാനൊന്നും നോക്കാൻ പെട്ടെന്ന് ഓട്ടം മാറ്റി. അപ്പതാ അവിടെ ഒരാളിപ്പോഴും അഭിനയിച്ച് തർക്കിയാണ്. ഓ എന്റെ അഭിനയ സിംഗമേ, നമിച്ചു അതുട്ടാ നിന്നെ. ഇത് നിന്റെ അഭിനയാണെങ്കിൽ നിനക്കൊരു ഓസ്കാർ തരണം. കൊണ്ടേട്ടനറിയോ, അങ്ങനെ ഇവളെ വയറ്റിൽ അവന്റെ കുഞ്ഞുണ്ടെന്നറിഞ്ഞവൻ ആകെ തളർന്നു പോയി ചേട്ടായി, തളർന്നു പോയി. അപ്പൊ കാണാം
നിന്റെ ബാക്കി പോകാൻ നാളെ.